ഉസ്ബെക്കി ഫുഡിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് അല്ല യൂണിവേഴ്സിറ്റീസ് ഒരു ഇതുണ്ട് കേട്ടോ, ചോറും ഒരു ബീഫ് കറി. നമ്മുടെ നാട്ടിൽ ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് എല്ലാവിധ അസുഖങ്ങളും അവിടെ അത് കുറവാണ്. അവിടെ പറഞ്ഞാല് അവിടെ തണുത്ത രാജ്യമായതുകൊണ്ട് ഈ സിഗരറ്റ് സ്മോക്കിംഗ് കുറച്ച് കൂടുതലാണ്. ആ സ്മോക്കിംഗ് സംബന്ധമായ ഡിസീസസ്, പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വെച്ചുള്ള ഡിസീസസ്, അത് മാത്രമേ ഉള്ളൂ. ഡയബറ്റീസ് ഭയങ്കര കൂടുതലാണ്. ഹിപ്പിന്റെ റീജിയനിലൊക്കെ വലിയൊരു ഓപ്പൺ ഉണ്ടോ, അത് ഫുള്ള് കുറെ ഒരു കുപ്പി മരുന്ന് ഫുള്ള് ഒഴിച്ചാണ്ട് ഒരു സീലെടുത്തിരിക്കണ്ടേ. ഫസ്റ്റ് ഇയർ തന്നെ വാർഡ് പോവാം. എനിക്ക് എന്താ ഇലക്കാൻ വേണം ഭയങ്കര ഇഷ്ടം. ഞങ്ങള് ഫ്രണ്ടിലുണ്ടാവും, ഇവനുണ്ടാകും. ഞാൻ വീട്ടിലല്ലേ, ഞാൻ നോക്കി ഭയങ്കര ഇഷ്ടം. ഞാൻ കുഴപ്പമില്ല. ഇവനും വൃത്തിയൊക്കെ ഉണ്ട്, ഞങ്ങള് ഫ്രണ്ടിലൊക്കെ ഉണ്ടാവും. പിന്നെ ഉസ്ബെക്കിൽ ഏറ്റവും വലിയൊരു ആ ലാംഗ്വേജിന്റെ ഒരു ഇത് പറഞ്ഞാല് അതിന് ഗ്രാമർ വളരെ ഇല്ല. അതായത് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള റഷ്യൻ അറിയാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഉഷാറാണ്. ഉസ്ബെക്കി ഫുഡിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് അവിടുത്തെ ഷാഷ്ലിക്ക്, സോംസ. എനിക്ക് മാണ്ടി ഷാഷ്ലിക്ക്, മണ്ടി പറഞ്ഞ സാധനം ഉണ്ട്. മന്തി ശുഷ്വാര സൂപ്പ്, പിന്നെ അതുപോലെ തന്നെ സോംസ, കർത്തോഷ്ക, സസിക്കളി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കുറെ സാധനം ഇഷ്ടം. ഇതില് നമുക്ക് അവിടെ ഏത് ഹോട്ടലിന് ഏറ്റവും നല്ല സാധനം കിട്ടണത്? ഹോട്ടല് ലോക്കൽ അവിടെ പ്ലോ കഴിക്കാൻ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇതാണ് ബെഷ്കോസം. പക്ഷെ നമുക്ക് അത്രയും ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ പറഞ്ഞപ്പോഴും അത് നമ്മുടെ അവിടെ പ്ലോ കഴിക്കുന്നത് ഏത് നമ്മുടെ ഓപ്പോസിറ്റ് റോഡിന്റെ അപ്പുറമുള്ള ഹോളിന്റെ അടുത്ത നമ്മുടെ സാധാരണ ബ്രെഡ് രാവിലെ കഴിക്കണം. പക്ഷെ അത് അതിന്റെ അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. മീരാമന്തി എങ്ങനെയുണ്ട്? മീരാമന്തി മന്തിയാണ് മെയിൻ. പോയിട്ടില്ല. ഞാൻ ഇതുവരെ അവിടെ ഒറ്റ ഇന്ത്യൻ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട് അറബിക് ഫുഡ്. മീരാമന്തി തുർക്കിഷ് അല്ലേ? തുർക്കിഷ് ഞാൻ പോയിട്ടില്ല. ഭയങ്കര എക്സ്പെൻസീവ്. അല്ല യൂണിവേഴ്സിറ്റീസ് ഒരു ഇതുണ്ട് കേട്ടോ, ചോറും ഒരു ബീഫ് കറി. ചോറും നല്ല നൈസായിട്ടുള്ള ബീഫ് കറി കിട്ടും. പിന്നെ ഫുഡിന് വേണ്ടി നമ്മളിങ്ങനെ നടക്കണം, ഏതെങ്കിലും നല്ല ഫുഡ് ഉണ്ടോ തപ്പി നടന്നാൽ കിട്ടും. പിന്നെ ശരിക്ക് നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് മന്തി അടക്കമുള്ള എല്ലാം ഉണ്ടാക്കലുണ്ടല്ലേ? നൂറ് പേർക്ക് അവരുണ്ടാക്കിയല്ലോ. ആര്? നോമ്പ് സെറ്റ് ചെയ്തായിരുന്നു. 100 പേർക്ക് അവരുണ്ടാക്കി. ബോയ്സ് എല്ലാവരും കൂടി രാവിലെ കൂടി ഇരുന്ന് ചോറുണ്ടാക്കി, പിന്നെ മന്തിക്കുള്ള മസാലകളൊക്കെ കിട്ടും അവിടെ. മസാല എക്സ്പെൻസീവ് ആണ്. നാട്ടിൽ ടേസ്റ്റ് ഇല്ല, മുളക് പൊടി നല്ല കളറാണ്, പക്ഷെ എരിവുണ്ടാവില്ല. സ്പൈസി ഫുഡുകൾ അവർക്ക് തീരെ പോകില്ല. മസാല അതുപോലെ തന്നെ നമ്മളിപ്പോ കിച്ചൺ എപ്പോഴും അവർ ഓപ്പൺ ആക്കിയിട്ടാണ്, അവർക്ക് മസാലയുടെ സ്മെല്ല് പിടിക്കൂല, ഒട്ടും പറ്റില്ല. ഇവരിപ്പോ ഈവൻ പ്ലോവ് അല്ല ഏത് ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യണം ഇവര് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സോ ഓയിലോ കാര്യങ്ങളൊക്കെ കൂട്ടുന്ന കുറവാണ്. അതായത് ഇവര് ഉപയോഗിക്കുന്ന ആനിമൽ ഫാറ്റ്. ഇപ്പൊ പ്ലോവ് ഉണ്ടാക്കുന്നത് പറഞ്ഞാല് ഫുള്ള് ബീഫിന്റെ ആ നെയ്യ് വെച്ചിട്ടാണ്. ഭയങ്കര എണ്ണല്ലേ അത്? ബീഫിന്റെ ഫാറ്റ് വെച്ചിട്ട്. അപ്പൊ സൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ചിക്കന്റെ നെയ്യ് ഫാറ്റ് വെച്ചിട്ട് അങ്ങനെ ഫാറ്റുകൾ വെച്ചിട്ട് ഹെൽത്തി ഫുഡാണെന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നുന്നില്ല. ഇവർ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇവർക്ക് എല്ലാത്തിനും ബ്രെഡ് വേണം. എല്ലാത്തിനും ചോറാണെങ്കിലും എന്താണ് കോള ഭയങ്കര ചീപ്പ്. എനർജി ഡ്രിങ്ക്സ് ഭയങ്കര താല്പര്യമാണ്. ഏത് ഷോപ്പിൽ പോയാലും എനർജി ഡ്രിങ്ക്സ്. ഇവർ ഈ കോൾ കുടിക്കുന്നുണ്ട്, ഷുഗറുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആംബ്യൂട്ടേഷനിലെ കൂടുതൽ ക്ലിനിക്കൽ സമയത്ത് അത് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഏറ്റവും കാര്യം സത്യം പറഞ്ഞത് ഒരു മൈനസ് സൈഡ് തന്നെയാണ് സത്യം പറഞ്ഞ ഉസ്ബെക്കിസ്ഥാൻ. അതായത് നമ്മുടെ നാട്ടിൽ ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് എല്ലാവിധ അസുഖങ്ങളുണ്ട്. എല്ലാവിധ ഒരു തരത്തിൽ എന്നാലും കൂടി ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ എറണാകുളം മെഡിക്കൽ കോളേജ് പോയി. അപ്പോൾ അവരത് പറഞ്ഞത് ഭയങ്കര സ്പെക്ട്രൽ ഡിസീസസാണ്. അവിടെ അത് കുറവാണ്. അവിടെ പറഞ്ഞാൽ അവിടെ തണുത്ത രാജ്യമായതുകൊണ്ട് ഈ സിഗരറ്റ് സ്മോക്കിംഗ് കുറച്ച് കൂടുതലാണ്. ആ സ്മോക്കിംഗ് സംബന്ധമായ ഡിസീസസ്, പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വെച്ചുള്ള ഡിസീസസ്, അത് മാത്രമേ ഉള്ളൂ. ഡയബറ്റീസ് ഭയങ്കര കൂടുതലാണ്. ഡയബറ്റീസ് അത് എക്സ്ട്രീം ആയിട്ട് ഡയബറ്റീസ് 2 ഒക്കെ വന്ന് ആംബ്യൂട്ടേറ്റ് ചെയ്യുന്ന രീതി, ആംബ്യൂട്ടേറ്റ് ചെയ്യുന്നത്, മസിൽ ഡിസ്ഇന്റഗ്രേഷൻ ഒക്കെ വന്നിട്ടുള്ള, നെക്രോസിസ് ഒക്കെ വന്നിട്ടുള്ള അങ്ങനത്തെ കുറെ സീനുകളാണ്. ക്ലിനിക്കൽസ് ഇത് കട്ട് ചെയ്യുന്നതല്ലേ കാണാൻ. നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയിട്ടുണ്ട്. ബ്ലഡ് തെറിച്ചിട്ട് ബോധം കിട്ടുന്നു. ഇല്ലാമിന്റെ പറഞ്ഞില്ലേ അവർ പെട്ടെന്ന് ഫ്ലോ ബ്ലഡ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമല്ലോ. പൊട്ടിച്ചെടുക്കുമ്പോൾ അവർക്ക് വേദനിക്കില്ല. നിങ്ങൾ ആംബ്യൂട്ടേഷൻ കണ്ടിരുന്ന? എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇവർ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ കിട്ടിയതപ്പോ? നമുക്ക് അവര് വിരല് റിമൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഇത് നെക്രോസിസ്, അതായത് ഈ ഡയബറ്റീസ് 2 വന്നിട്ട് മസിൽ ഫുള്ള് ചീഞ്ഞുമായിട്ട് അങ്ങനത്തെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? നമ്മളെ ക്ലാസ്സിൽ ഒരാൾക്ക് തലറങ്ങി വീണു, കണ്ട പടയോട് വീണു. രാവിലെ തലറങ്ങില്ലേ? രാവിലെ വീണില്ല,
രാവിലെ പോയി, പിന്നെ ആരൊക്കെ പോയി, കുറെ ആൾക്കാർ പോയി. പിന്നെ അതല്ല മറ്റേ വാർഡിൽ കയറുമ്പോൾ എല്ലാവർക്കും പ്രശ്നം, അതായത് ഭയങ്കരമായിട്ട് മുറിവായിട്ട് കിടക്കുന്നുണ്ടാവും. ഫസ്റ്റ് ഇയർ തന്നെ വാർഡ് പോവാം. എനിക്കെന്തായാലും കമാണ് ഭയങ്കര ഇഷ്ടം. ഞങ്ങള് ഫ്രണ്ടിലുണ്ടാവും, ഞാൻ ഉണ്ടാവും, ഇവനുണ്ടാകും. ഞാൻ വീട്ടിലില്ല, ഞാൻ നോക്കി ഭയങ്കര ഇഷ്ടം. ഞാനും ഇവനും പൃഥ്വിയൊക്കെ ഉണ്ട്, ഞങ്ങള് ഫ്രണ്ടിലൊക്കെ ഉണ്ടാവും. ബാക്കിൽ നിന്ന് ഓരോരുത്തർ പോകുന്നുണ്ടാവും. അതായത് ബോണൊക്കെ കാണാൻ പറ്റും മുറിവായിട്ട്. അപ്പൊ ചിലർക്കൊന്നും പറ്റില്ല, കാരണം ആ സ്മെല്ലും ബ്ലഡും ഒന്നും കാണാൻ കഴിയില്ല ചിലർക്ക്. പസ്സിന്റെ സ്മെല്ല്, മറ്റേ ഇറച്ചി ഒക്കെ ഇപ്പൊ നമുക്ക് ഇന്നലെ അതിൽ കാണിച്ചു. നമുക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു, ലൈക്ക് എന്തിനാണ് ഇവിടെ ഒരു വലിയ വൂണ്ടൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഹിപ്പിന്റെ റീജിയനിലൊക്കെ വലിയൊരു ഓപ്പൺ വൂണ്ടോ, അത് ഫുള്ള് കുറെ ഒരു കുപ്പി മരുന്ന് ഫുള്ള് ഒഴിച്ചാണ്ട് തിരികും, ഒരു സീലായിട്ട് തിരികണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ല നമ്മളെ BLS ക്ലാസ്സിൽ പോയി മനസ്സിലായി ആ പ്രൊസീജിയർ കാണിച്ചു തന്നത്. അതായത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ലൈക്ക് ഡയബറ്റീസ് 2 എന്ന ഹീലിംഗ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രഷർ വെച്ച് അത് ക്ലോസ് ചെയ്യാനേ പറ്റുള്ളൂ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ബ്ലീഡിങ്ങിന്റെ കോഴ്സിലെ മനസ്സിലായത് അത് അങ്ങനെയാണ്. പേഷ്യൻസിന് പെയിൻ ഒന്നും അവർ അധികം എക്സ്പ്രസ് ചെയ്യുന്നില്ല, കാരണം അവർ ഫുള്ള് നമ്പായിട്ട് പോയിട്ടുണ്ടാവും. കൂടുതൽ ഏജ് ഉള്ള പേഷ്യൻസ് ഒക്കെ. ഞാൻ ഓൾറെഡി മധുരം കഴിക്കാത്ത ഒരാളായിരുന്നു, അതുകൂടി കണ്ട പിന്നെ മധുരം ഫുൾ ആയിട്ട് നിർത്തി. നിങ്ങൾക്ക് അവരെ ടച്ച് ചെയ്യാൻ പറ്റും, രോഗികളെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ അവർ പോയി ടച്ച് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ദൂരം. നമുക്ക് അറിയാന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് സമ്മതിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഇയർ മുതൽ ലാംഗ്വേജ് സെറ്റ് ആക്കി വരും. ഭാഷ സെറ്റാണ്, റഷ്യൻ അറിഞ്ഞാൽ മതില്ല. അത് വരുന്ന ടൈമിൽ തന്നെ റഷ്യ അറിയണം, പോകുന്നതിന് മുതൽ തന്നെ എക്സ്പീരിയൻസ് കിട്ടും ക്ലിനിക്കില്. റഷ്യനിലാണ് നമ്മുടെ ഇംഗ്ലീഷിനെക്കാട്ടും ഭയങ്കര ഗ്രാമറുള്ള ഒരു ലാംഗ്വേജ്. അപ്പൊ അവര് മറ്റേ മെന്യാ സാവുത്ത്, ദാനിഷ് റഹ്മാൻ, അല്ലെങ്കിൽ ഒരു ആഞ്ഞയുണ്ട്, ഒരു ടാഞ്ഞയുണ്ട്, മറ്റേ അങ്ങനത്തെ കുറച്ച് പേരാണ് വെച്ചിട്ട് അതിൽ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ബേസിക് സെന്റൻസസും അവർ ഉപയോഗിക്കുന്നത് വളരെ സുലഭ. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞു, റഷ്യൻസ് നമ്മളോട് പറഞ്ഞ ഒറ്റ കാര്യം, ഒന്നെങ്കിൽ സിനിമ കാണുക, കൂടുതൽ റഷ്യൻ മൂവീസ് കാണുക. ഉസ്ബെക്കിനുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഉസ്ബെക്ക് ഏകദേശം ഭയങ്കര ഹിന്ദി സിമിലർ, പിന്നെ കുറെ ഉറുദു സിമിലർ കുറെ വേർഡ്സ് ഉണ്ട്. പക്ഷെ ഏറ്റവും വലിയൊരു നമ്പേഴ്സ് ഒക്കെ തുർക്കിഷ് ആണ് ഏകദേശം സിമിലർ. പേർഷ്യൻ ലാംഗ്വേജ് ആയിട്ട് സിമിലർ ആണ്. തുർക്കി അല്ല, പേർഷ്യൻ ലാംഗ്വേജ് ആണ്. ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള പല വാക്കുകൾ, ഇപ്പം മുസാഫിർ, തസ്വീർ, ഇതൊക്കെ പേർഷ്യൻ ഭാഷകളായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള സാധനങ്ങളാണല്ലോ. ഉറുദു ഭാഷകളിലുള്ള പല വാക്കുകളും അതുമായിട്ട്. ഇപ്പൊ സലാം നമ്മൾ ഉസ്ബെക്കിൽ പറഞ്ഞല്ലേ, റഹ്മത്ത്. പിന്നെ ഉസ്ബെക്കിൽ ഏറ്റവും വലിയൊരു ആ ലാംഗ്വേജിന്റെ ഒരു ഇത് പറഞ്ഞാല് അതിന് ഗ്രാമർ വളരെ ഇല്ല, പിന്നെ എഴുതാൻ എളുപ്പമാണ് ഇംഗ്ലീഷിൽ. അത് ഒരു സെന്റൻസ് എങ്ങനെ തട്ടിമുട്ടി ആണ്ടുകൊണ്ട് മറിച്ച് പറഞ്ഞാലും അവർക്ക് സാധനം കത്തും. റഷ്യനിൽ വാക്കുകൾ വളരെ വ്യത്യാസമാണ്. റഷ്യയിൽ നമ്മൾ ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു ഗ്രാമർ കുറെ ഉണ്ടായതുകൊണ്ട് ഒന്നാണ്ടുകൊണ്ട് മാറിയതിന് സെന്റൻസിന് മാറും. അതെ, ഐ തിങ്ക് പഠിക്കാൻ എളുപ്പം ഉസ്ബെക്കാണ്. പഠിക്കാൻ എളുപ്പം ഉസ്ബെക്കാ, പക്ഷെ പറയാൻ കുറച്ചുകൂടി എളുപ്പം റഷ്യൻ. സ്പോക്കൺ ഇംഗ്ലീഷും അതുപോലെ തന്നെ സിനിമ കാണുന്ന ഇംഗ്ലീഷും ഡിഫറെന്റാ. സിനിമ കാണുന്ന മലയാളം, നമ്മൾ സംസാരിക്കുന്ന മലയാളം ഡിഫറെന്റ്. അതുപോലെ തന്നെയാണ്. പക്ഷെ റഷ്യൻസിലല്ല, റഷ്യന്റെ മൂവീസിലാണ് നാട്ടിലൊക്കെ മലപ്പുറം അങ്ങോട്ടൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. തിരുവനന്തപുരം എന്റെ വായിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോ കേൾക്കണ്ട് ഉണ്ടാകുന്നോ. ക്ലിനിക്കൽസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇയർ? ക്ലിനിക്കൽസ് നമുക്ക് ഫസ്റ്റ് ഇയർ സത്യം പറഞ്ഞാല് നമ്മളെ കുറച്ച് ഉസ്ബെക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഫസ്റ്റ് ഇയർ നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, പേഷ്യൻസിന് ഇന്ററാക്ഷൻ, സർജറി അസിസ്റ്റ് ചെയ്യുക, കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ലാംഗ്വേജിന്റെ ഇതുണ്ട്. അവർ ചോദിച്ചു പറഞ്ഞു, ലാംഗ്വേജ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മളെ സീനിയേഴ്സിൽ കുറെ ആൾക്കാർ, ഹിന്ദിക്കാർ കുറെ ആൾക്കാരുണ്ട്. ഡോക്ടേഴ്സ് ഒക്കെ പറയലുണ്ട്, ഡോക്ടേഴ്സ് ആണ്. ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ സർജറി നമുക്ക് കാണുന്നുണ്ട്, ക്ലാസിന്റെ പുറമെയുള്ള സർജറി കാണുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് അവരറിയും വിളിക്കേണ്ട അറിയും. എങ്ങനെയാ വെച്ചാൽ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് 2 സെക്ഷൻ ഉണ്ട്. ഇപ്പൊ XF 04-05A പിന്നെ B ഉണ്ട്, 06A-B. എക്കും ബിക്കും ഒരേ ഏകദേശം ഒരേ ക്ലാസിന്റെ ഷെഡ്യൂൾ ആയിക്കാരം. അത് പിന്നെ സ്പ്ലിറ്റ് സർജറിന്റെ ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ സർജറി കെയർ ആക്കും. അതായത് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള റഷ്യൻ അറിയാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ക്ലിനിക്കൽ ക്ലിനിക് കിട്ടിയിട്ടുണ്ട്. ആ ടൈമിൽ
ഇവിടെ ഒബ്സെഷൻഷിപ്പിൽ ചെയ്തപ്പോ അവരൊന്നും സമ്മതിക്കുന്നില്ല, നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അതായത് ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അല്ല ഇവിടെ പൊതുവേ നമ്മുടെ ഇന്ത്യയുടെ റൂളും സെയിം തന്നെയാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് MBBS സ്റ്റുഡൻസിന് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റേൺഷിപ്പിന്റെ ഇയറിലല്ലാതെ ഹാൻഡ്സ് ഓൺ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് നല്ല സ്കിൽഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവല്ല ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഡോക്ടർ പറയും അത് എടുക്ക് ഇങ്ങനെ ചെയ്യല, അത് ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യുന്നല്ല ഡോക്ടർ പറയുന്നത്. കാരണം ഞാൻ അങ്ങനെ വെറുതെ ചോദിച്ചത് നിങ്ങളിപ്പോ എന്താ ചെയ്തത് എന്തോ ചോദിച്ചത് വെറുതെ ചോദിച്ചിരുന്നു. അപ്പൊ ഒരു സാറോ നീ ചെയ്തു അങ്ങനെ ഉണ്ടായതാ. അതായത് നമുക്ക് താല്പര്യം ഉണ്ട് അങ്ങോട്ടേക്ക് പോവാണ്, ഇതൊന്നും ഒരു ഇങ്ങോട്ട് കൊണ്ടുതരില്ല. കാരണം അവർക്ക് ലിമിറ്റഡ് ഇംഗ്ലീഷ് അറിയുള്ളൂ നമ്മൾ സംസാരിക്കും. നമ്മളൊരു ടീച്ചർ ഉണ്ട് ഹിസ്റ്റോളജിന്റെ ടീച്ചർ, നല്ല പ്രോപ്പർ ഇംഗ്ലീഷ്, മുബാറക്ക. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഫ്ലുവന്റ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷുകാർ പറഞ്ഞ ഇംഗ്ലീഷ് അറിയും, നല്ല പ്രോപ്പർ ഇംഗ്ലീഷ്. അടുത്ത സെമ്മിൽ നമുക്ക് തന്നെ ടീച്ചർ വരാറുണ്ട്. കാരണം നമുക്ക് അവിടെ വന്ന ടീച്ചേഴ്സിൽ അത്രക്ക് ഇംഗ്ലീഷ് അറിയുന്ന ടീച്ചർ, അത്ര ഇംഗ്ലീഷ് കണ്ടിട്ടില്ല, അത്ര ഇംഗ്ലീഷ് അത്ര നല്ല ഇംഗ്ലീഷ്. ഞങ്ങളൊരു സ്റ്റാഫിനെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉസ്ബെക്കി സ്റ്റാഫിനെ എൻ്റെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും, ഒരു ഉസ്ബെക്കി സ്റ്റാഫുണ്ട്. അപ്പോൾ അവളുടെ ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആണ്. ഒരു ബ്രിട്ടീഷ്, കാരണം 2 സെമിസ്റ്റർ അവർ UK പഠിച്ചത്, ഇവിടുന്ന് എക്സ്ചേഞ്ച് പ്രോഗ്രാം കിട്ടിയിട്ട് അവിടെ UK പഠിച്ചത്. ആ ഒരു ലെവൽ ഇംഗ്ലീഷ്, അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഇംഗ്ലീഷ് പറയുന്ന പോലെ എക്സ്ട്രീം ഇംഗ്ലീഷും പറയാത്തൊരു വർക്ക് ചെയ്യും. അവരുടെ കാര്യത്തിന് നല്ല വർക്ക് ചെയ്യും അവർ. ചിലവരിപ്പം സെൽഫ് വേണ്ടിട്ട് അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല വർക്ക്ഔട്ട് ചെയ്യുന്നവരുണ്ട്. അവർക്ക് അവരുടെ കാര്യത്തിന് പക്കയാ, അവരുടെ കാര്യത്തിന് പക്കയ, അവർക്ക് സ്വന്തം കാര്യം, അതായത് അവർക്ക് അവരുടെ ലൈഫ്, അവരുടെ സർക്കിളിൽ അത് അവർക്ക് മാറ്റർ ചെയ്യണം. അതിന് ചുറ്റും എന്ത് നടക്കുന്ന അവർക്ക് എന്തിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നടുറോട്ട് പോയി ഡാൻസ് കളിക്കുകയാണെങ്കിൽ അവര് മൈൻഡ് ആക്കൂല. യൂറോപ്യൻ കൾച്ചറല്ലേ, ശരിക്കും ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രി എന്ന് പറഞ്ഞാൽ അവരുടെ കൾച്ചർ, ഡ്രസ്സിങ് എല്ലാം വ്യത്യാസമാണ്. ഇതാണ് സത്യം. ഭയങ്കര ഇതാണ്, നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര അത് അവർ ചോദിക്കുന്നുണ്ട്, എന്നാൽ ആ കൾച്ചർ ഇല്ല, എന്നാലും കൾച്ചർ ഇല്ല. എന്നാൽ വേറെ റിലീജിയനിൽ പെട്ടവർക്ക് അവിടെ ബുദ്ധിമുട്ട് ഒന്നുമില്ല. കുറച്ച് വർഷം മുന്നേ ഈ ആന്റിജൻ എന്നങ്ങ് വന്ന ഏതോ ഗ്രാമത്തിൽ വന്ന ആന്റിജനോ ഫർഗാനോ എന്നൊക്കെ ഓർമ്മയില്ല, ഏതോ ഗ്രാമത്തിൽ വന്ന ആൾക്കാരാണ്. അവരിങ്ങനെ ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു ഫോട്ടോ എടുത്തോട്ടെ, ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു വേണോ, ഞാൻ ചോദിച്ചത് എന്താണ്, വെള്ളമാണ്, വോഡ്ക സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ച കള്ളാണെന്ന്. ശരിക്കും വോഡ്ക എന്ന് പറഞ്ഞാൽ റഷ്യനിൽ വെള്ളത്തിന് പറയുന്നതാണ്, പച്ചവെള്ളത്തിന് വോഡ്ക എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവരെ ലീനേജ് പറയുന്നത് റഷ്യൻ ഏഷ്യൻ ആദ്യം നിന്നാണ് ഒരു ഇത് വരുന്നത്. ഫുൾ ആൾക്കാർ അവരൊരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ ഈ നേപ്പാളീസ് പറയും ഇന്ത്യ, ചൈന ആ ഒരു രീതി വരുന്നവരിൽ നിന്ന് റഷ്യ, ഏഷ്യൻസ് ആ രീതിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. കടാവർ ഉണ്ടെന്ന് കാരണം ഞാൻ തേർഡ് ഇയർ കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ കടാവർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ 2 കൊല്ലവും കടാവർ കിട്ടിയില്ല എന്നാണ്. ഒന്നുമില്ല, ഡിസെക്റ്റഡ് പാർട്സും പാർട്സ് ഉണ്ട്, ഡിസെക്റ്റഡ് പാർട്സ് ഇല്ല. ഏതൊക്കെ കോളേജ് സമർക്കണ്ടിൽ എന്തോ ആന്റിജനിൽ എന്തൊക്കെ ഉണ്ട്, ആന്റിജനിലെ സമർക്കണ്ടിൽ അത് ഫേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉക്രൈനിൽ പഠിച്ച കുട്ടികളുടെ വീഡിയോസ് എടുത്ത് സമർക്കന്ദിലേക്ക് ആന്റിജനിലേക്ക് അയറ്റിക്കണം. ഞാൻ കുറെ പക്ഷേ ആന്റിജനിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഇത് കണ്ടിട്ട് വീഡിയോസ് അല്ലേ, ഒരാളുടെ അല്ലേ കണ്ടേക്കണത്. അത് ഉക്രൈൻ എന്നുള്ള വീഡിയോ ഉസ്ബെക്കിലേക്ക് കയറ്റിയതാണ്. കാരണം ഉക്രൈനിൽ പഠിച്ച ട്രാൻസ്ഫർ സ്റ്റുഡൻസ്, 5th ഇയർ സ്റ്റുഡൻസ്, ആന്റിജനിലുള്ള സ്റ്റുഡൻസ് കിടാവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു. പക്ഷേ ഉസ്ബെക്കിസ്ഥാന്റെ റൂൾ അനുസരിച്ച് ഇല്ലെന്നാണ്. ഇല്ല, അതായത് തേർഡ് ഇയർ സ്റ്റുഡൻസ് എന്നോടും പറഞ്ഞ ഇതായിരുന്നു, ഇവിടെ ഉണ്ട് കടാവർ ഉണ്ട്. ഞാൻ ആ വീഡിയോയിൽ ആ കോള് ഡയറക്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ പോയ സമയത്ത് ഒരാൾക്കും കിട്ടിയിട്ടില്ല. നമ്മൾ 50 years പോലെ നമ്മൾ ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. അവരെടുത്തും അങ്ങനെയാ പറഞ്ഞത്, അവർ കണ്ടിട്ടില്ല. ഷിഫാനൊക്കെ പറഞ്ഞേക്കണത്, ഷിഫാനൊക്കെ ഫസ്റ്റ് ഇയർ മുതലേ ഉസ്ബെക്കിൽ പഠിച്ചിരിക്കുന്ന കുട്ടിയാണ്, നമ്മൾ കണ്ടിട്ടില്ല അവിടെ. പക്ഷെ കടാവർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നാട്ടിൽ പഠിക്കുന്ന ഡാനി കുറേ കുട്ടികളുണ്ടാവില്ല നാട്ടിൽ പഠിക്കുന്നത്, അവരുമായിട്ട് എന്താ വ്യത്യാസം ശരിക്കും? ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് കടാവർ വെച്ച് പഠിക്കുമ്പോൾ മെയിൻ ഒരു ഉപകാരം എന്താ വെച്ചാൽ ബോഡിയിൽ ആ പാർട്ട് എവിടെയാണ് നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. ടച്ച് ഫീൽ ചെയ്യാൻ പറ്റും. ടച്ച് സത്യം നമ്മൾ എഡ്യൂക്കേഷൻ ടച്ച് ആൻഡ് ഫീൽ, നമ്മളിപ്പോൾ ഒരു ബുക്ക് വെച്ച് പഠിക്കുന്നു PDF വെച്ച് പഠിക്കുന്നു ഡിഫറൻസ് ഇല്ലേ, അതുപോലെ തന്നെ ലൈക്ക് ഒരു കടാവർ ഉണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ ബോഡി പാർട്ട് നമുക്ക് ഫീൽ കിട്ടും. നമ്മൾ ഡൈസെക്ട് ചെയ്ത് നമ്മൾ ആ പാർട്ട് എടുക്കണം, അപ്പോൾ നമുക്ക് കറക്റ്റ് അതിന്റെ പൊസിഷൻ അറിയാൻ പറ്റും. മറ്റേ നമ്മൾ ബുക്കിൽ വെച്ചുള്ള നോളേജ് ഉണ്ടാവുള്ളൂ. ബട്ട് അത് നമ്മളൊരു 30 ഡമ്മിയിൽ കണ്ടാലും നമുക്കത് കുഴപ്പമൊന്നുമില്ല. അത് ഈ ഒറിജിനൽ ആൾ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു ഡമ്മിയിൽ നമ്മൾ കണ്ടാലും സീനൊന്നുമില്ല. അപ്പൊ ആ പാട്ട് നമുക്ക് കണ്ടില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ബട്ട് നമ്മളാ ആ ഒരു ഇതിന് നമുക്ക് ലാക്ക് ഓഫ് ആ ഒരു നോളേജ് നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് എന്ത് ചെയ്യണം, ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. പ്രശ്നമൊന്നുമില്ല അവിടെ. ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് ഒറ്റക്ക് പോവേ, ഇപ്പം രാത്രി പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ഒറ്റക്ക് പോച്ചാൽ ഒന്നും പ്രശ്നമില്ല. ഹോസ്റ്റലിൽ അല്ലാത്തവരാണ് അവിടെ കയറുന്നതെന്ന് അവർക്ക് സംശയം തോന്നി അവർ കേട്ടില്ല. കുട്ടികള് ഇവര് വൃത്തിയാക്കിയത് വൃത്തികേടാക്കണേ. ഇപ്പൊ സ്റ്റാഫിനെ പറഞ്ഞിട്ടുണ്ട് താഷ്കന്ദിൽ ഇപ്രാവശ്യം അഡ്മിഷൻ എടുക്കണില്ല, കൊണ്ടുപോകണില്ല. കുറെ ഫേക്ക് ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ട് അങ്ങനെ കയറ്റിക്കൊണ്ടുവന്ന പിള്ളേരുണ്ട്. അങ്ങനെയല്ല, ഇന്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അവിടെ കൊടുന്നിട്ട് അവിടെ ഡംപ് ഇവിടുന്ന് പോയി വേറൊരു ഇതില് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ
അവർ എൻറോൾ ആവുന്നത് ആ ഒരു ഏജൻസിനാണല്ലോ. പിന്നെ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല.